ഹലോ 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 ആരാ? ആ മാഡം നമസ്കാരം. ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണേ. ആ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ? നിങ്ങൾ ആരാ? എൻ്റെ പേര് ദിവ്യ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ. ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ്. അപ്പം നമുക്ക് ആ ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമുക്ക് ഇത് കിട്ടിയപ്പോൾ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ചതാണ്. ഇത് മാട്രിമോണി ആണെന്ന് നിങ്ങൾ പറയുന്നല്ലാതെ എങ്ങനെ വിശ്വസിക്കും? മാട്രിമോണി ഞങ്ങളാണെന്ന് എങ്ങനെ വിശ്വസിക്കണ്ടേ? എങ്ങനെയാണ് മാഡം ആ ഉദ്ദേശിക്കുന്നത്? അതായത് എന്താണ് ഞാൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കിയിട്ട് ഇനി വേറെ വല്ലതും ആണോ നമുക്കറിയത്തില്ലല്ലോ. ഫോൺ ആ, വഴിയുള്ളൊരു വിളിയും അതെ മാഡം. കാര്യങ്ങളല്ലേ ഉള്ളൂ. അതെ മാഡം. നമുക്ക് ഉം. ഇത് ലൈസൻസോട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീമാരി മാട്രിമോണി എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഓപ്പൺ ആവും. എന്നെയും കാണാം. ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് ഇടുന്നതെന്നുള്ളതും കാണാം. ഉം. ഇനി എന്താണ് വേണ്ടത് മാഡത്തിന്? അല്ല മാഡം നമുക്ക് ചോദിച്ചത് ഇപ്പൊ കറക്റ്റ് എല്ലാം ആണ്. നടത്തുന്ന മാഡത്തിന് ഇപ്പൊ മാഡം എല്ലാം ചോദിച്ചത് നടത്തുന്ന കറക്റ്റ് ഇങ്ങനല്ലേ ആണ്. നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമ്പോഴേ നമ്മൾ വെറുതെ ഉം. അങ്ങനെ ഡീറ്റെയിൽസ് ഇടാൻ പാടില്ല. അപ്പം നിങ്ങൾ ആരെയാണെന്നുണ്ടെങ്കിൽ ആരുടെ ഡീറ്റെയിൽസ് കിട്ടിയാലും നമ്മളത് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ടേ ഇടാറുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് നിങ്ങളിപ്പോ അങ്ങനെ ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്കും ചോദ്യം വരും. അതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച് ചോദിച്ചത്. തീർച്ചയായിട്ടും മാഡം. മാഡം ചോദിച്ചതിൽ നമ്മുടെ തെറ്റേ ഡീറ്റെയിൽ ഇല്ലേ? തിരക്കി ആ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. മാഡം തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കണം മാഡം. എന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മാഡത്തിന്റെ ഇപ്പൊ ഇതിൽ സ്ഥലം കൊടുത്തിരിക്കുന്നത് കോട്ടയാണ്. ഉം. ശരിയാണോ? അതെ. എസ് ടി ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഗ്രൂപ്പില് പലരും ഉം. അയക്കും. അപ്പൊ നമുക്കതിൽ ഉം. ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ്. അത് 50% വൈകല്യം ഉണ്ട്. ഉം. എസ് ടി ആണ്. 40 വയസ്സാണ്. +2 വിദ്യാഭ്യാസം. കോട്ടയം. ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. വേറൊരു ഡീറ്റെയിൽസോ ഡിമാൻഡോ കാര്യങ്ങളോ എങ്ങനെയുള്ള ആളായിരിക്കണമെന്നോ എത്ര വയസ്സ് വേണമെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഉം. ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് മാത്രം കിട്ടുമ്പോൾ നമ്മൾ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അത് കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. അതാണ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഡിമാൻഡും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ അത് പറയാം. അപ്പൊ നമ്മുടെ എല്ലാ ജില്ലകളിലും ഉണ്ടോ? 14 ജില്ലയിലത്തെ ആൾക്കാരും നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ട്. ഉം. വികലാംഗരായിട്ടുള്ളവരുണ്ടോ? ഓ ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. അധികം ഒന്നുമില്ല ആ കേട്ടോ മാഡം. കുറച്ചുള്ളൂ. ആ ആ ചോദിച്ചാ ഉണ്ട് ഉണ്ട് ഉണ്ട്. നമുക്കിപ്പോ കുറച്ചുള്ളൂ. വികലാംഗരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പം ഒക്കുന്നവർക്ക് ചിലപ്പോൾ ആകുന്നവരെ ആയിരിക്കും താല്പര്യം, ചിലപ്പോൾ ആകാത്തവരെ ആയിരിക്കും. പക്ഷെ ഒരു രണ്ടുപേരും കൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകത്തില്ലെങ്കിൽ ആകുന്ന ഒരു വ്യക്തി ആകാത്ത വ്യക്തിയും കൂടെ തമ്മിൽ ചേർത്തില്ലെങ്കിൽ അത് ശരിയാകില്ലല്ലോ. തീർച്ചയായിട്ടും മാഡം. അത് ആ ഒരു മനസ്സിന്റെ ആ ഒരു ബലം എപ്പോഴും വേണം. ഒരു ഒത്തൊരുമ വേണം. ആ അത് നമുക്കുണ്ടെങ്കിൽ അവർക്കില്ലെങ്കിൽ എന്നെടുക്കും. അത് ചില 10 പകല് കഴിയുമ്പോഴായിരിക്കും അങ്ങനെ ഒരു തോന്നൽ വന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, അത് തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാമത്തെ പ്രശ്നം. തീർച്ചയായിട്ടും മാഡം. എനിക്ക് മനസ്സിലാവും മാഡം പറയണത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനോ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതല്ലേ മാഡം കാര്യം. ആ നമ്മളെ ഒരു സഹതാപം കൊണ്ട് തന്നെയല്ലോ. അതെ തീർച്ചയായിട്ടും. നമ്മളൊരു സഹതാപം കൊണ്ട് നോക്കുന്നതും അവര് നമ്മുടെ ആണ് എന്ന് ചിന്തിച്ച് നമ്മുടെ ഒരു പാർട്ട്ണറാണ് അങ്ങനെ എന്റെ ഭാര്യയാണ് എന്ന് ചിന്തിച്ച് നോക്കുന്നതും രണ്ടാണ്. മാഡം പറയുന്നത് എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മളിപ്പോ അങ്ങനെ ഒരാളെ ഒരു കണ്ട് ചെറിയൊരു ഇഷ്ടപ്പെട്ട് എനിക്ക് ഇവനെ മതി അല്ലെ ഇവളെ മതി എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് 10 പകല് കഴിയുമ്പോ ശരിയല്ല സുഖം ഒരു ജീവിതം അല്ല. പല കാരണങ്ങളും കാണും. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ട്. നിന്നെ കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആയി പോയി എന്നൊരു വാക്കാൽ പറയുമ്പോൾ നമുക്കത് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും മാഡം. താങ്ങാൻ പറ്റില്ല അത് നമുക്ക്. പിന്നെ ചാവുകയെ നിവൃത്തിയുള്ളൂ. ചാകത്തില്ല എന്നാലും നമുക്കതൊരു ചാകുന്നതിന് തുല്യമായിട്ടുള്ളൊരു ഇതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാളും പിടിച്ചു നിന്നിട്ട് നമുക്ക് പിന്നെ ഒരു ഇത് വരുമ്പോ നമുക്ക് എങ്ങും എത്താത്ത ഒരു സിറ്റുവേഷൻ ആവുമ്പോ നമുക്കത് വേദനയാണ്. തീരാത്ത വേദനയാണ്. അപ്പൊ നമുക്ക് മാഡം എങ്ങനെയുള്ള ആളെയാണ് നോക്കുന്നത്? എങ്ങനെയുള്ള ആളുകളെ നോക്കുന്നതെന്ന് വെച്ചാൽ സ്നേഹം, ഞാനിപ്പോ പറഞ്ഞ ആ കാര്യം മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ളവനായിരിക്കും, അത്രേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി എല്ലാം പോസിറ്റീവ് മൈൻഡിൽ എടുക്കുന്ന ഒരാളായിരിക്കണം അല്ലേ? അപ്പൊ അങ്ങനെ ദൂരെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഈ പ്രവൃത്തി എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കൂടെ നിന്നാലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്നാൽ തന്നെ നമ്മളെ അറിയുള്ളൂ. നോട്ടത്തിൽ കണ്ടാലെല്ലാം ഒന്നും മനസ്സിലാകത്തില്ലല്ലോ, സ്വഭാവങ്ങളും രീതികളും. തീർച്ചയായിട്ടും. അതൊക്കെ ഒരു എനിക്ക് ഒന്നാമതാ മടി. കല്യാണം കഴിക്കാൻ തന്നെ എനിക്ക് മടിയാകാണ്. അത് മാഡം
പേടിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പേടിയാ. കാരണം എന്താ വെച്ചാ നമ്മള് എന്താന്ന് വെച്ചാ ഈ നിമിഷം വരെ വേണ്ടാത്തൊരു പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ളൊരു മനസ്സോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഒന്നാമത്. അപ്പൊ നാളെ ഇനി ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളെ തന്നെയല്ല അവിടെ ചെന്നാൽ ആ കുടുംബത്തിനെ നശിപ്പിച്ചോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വയ്യാത്തവരായതുകൊണ്ട് അങ്ങനായി അല്ലെ ഇങ്ങനായി എന്നൊരു വാക്ക് അവരാൽ പറയുമ്പോൾ നമുക്കത് വേദനയായി. മാഡത്തിന് എങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ളത്? കാലിനാണോ? കാല് വയ്യ. കാല് എണീറ്റ് നിൽക്കാൻ പറ്റില്ല? എഴുന്നേറ്റ് നിൽക്കാം, നടക്കാം, എല്ലാ പണികളും ചെയ്യും. ഓക്കെ. എല്ലാ കാര്യങ്ങളും. ഓക്കെ. അത് ബാലൻസ് ചെയ്തിട്ട് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഒരു കാലിനാണോ അതോ രണ്ട് കാലിനാണോ? ഇടത് കാലിനാ ഇങ്ങനെ കൂടുതൽ പറയുന്നു. അപ്പൊ മാഡം നടക്കുമ്പോ എങ്ങനെ മറ്റേ സ്റ്റിക്ക് ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ മാഡം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? ഇത്രയും പറയുമ്പോ ഞാൻ വിചാരിച്ചത് മാഡം സ്റ്റിക്കൊക്കെ വെച്ച് മറ്റേ സംഭവമൊക്കെ വെച്ച് നടക്കുകയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ നടുവിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. ജനിച്ചിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ പനി വന്ന് കുത്തി വെച്ചാ. അപ്പൊ കുത്തി വെച്ചപ്പോ ആ കുഞ്ഞിനെ ഒരു 3 മാസം ആയപ്പോ കുത്തി വെച്ചുകൊണ്ട് അതിന്റേതായ രീതിക്ക് നമ്മുടെ നടുവിന്റെ മേളിലായിട്ടാ കുത്തി വെച്ചത്. നടുവിന്റെ മേളിലല്ല, തൊടയുടെ അവിടെ ആയിട്ട്. അപ്പം അന്ന് അങ്ങ് തളർന്നു പോയി ആ വശം. ഇടതുവശം ഫുൾ അങ്ങ് തളർന്നു പോയി. പിന്നെ മെഡിക്കൽ കോളേജ് ചികിത്സയൊക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടർമാർ തന്നെ പറഞ്ഞു ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പിടിച്ചെഴുന്നേറ്റ് നടന്നോളൂ. അപ്പൊ ആ 6 വയസ്സ് വരെ ചികിത്സയായിരുന്നു. പിന്നെ അവർ പറഞ്ഞു അങ്ങനെ തന്നെ പിടിച്ചെഴുന്നേറ്റ് നടന്നോളും, പേടിക്കണ്ടെന്നു. ആ 6 വയസ്സായപ്പോ തന്നെ പിടിച്ചെഴുന്നേറ്റൊന്നും അന്ന് ഈ നടപ്പ് ഇപ്പോഴും നടക്കുന്നു. നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നൊന്ന് ഓടി വരാനായിട്ട് ഇപ്പൊ എന്തായാലും മാഡത്തിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ? അച്ഛനില്ല, അമ്മയും ബ്രദറും ഉണ്ട്. ബ്രദറും ഉണ്ട്. അപ്പൊ അച്ഛൻ മരിച്ചു അല്ലേ? കോട്ടയം മാത്രം തന്നെ കിട്ടുമോ? അതാ ചോദിച്ചേ, കോട്ടയം മാത്രമേ നോക്കുള്ളൂ അതോ കോട്ടയം മാത്രം മതി. കാരണം എന്താ വെച്ചാ അപ്പൊ കോട്ടയം മാത്രം നോക്കും. നമുക്ക് SC മാത്രമേ നോക്കുള്ളൂ അത് വേറെ ജാതി നോക്കും? വേറെ വേണ്ട ചേച്ചി. അല്ല, ഞാൻ പറയണത് അവർക്കതൊരു പ്രശ്നമല്ലെങ്കിൽ നമുക്ക് നോക്കണോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ജാതി മതി ഒന്നും പ്രശ്നമില്ല. ഇപ്പൊ എനിക്കൊരു അംഗവൈകല്യമുള്ള ആളാണ്, ഞാൻ അവളെ പൊന്നുപോലെ നോക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരുന്നവർ നമുക്ക് പ്രശ്നമില്ലല്ലോ. അങ്ങനെയാ ചോദിച്ചത്. അല്ലാണ്ട് നമുക്ക് ജാതി പ്രശ്നമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചേ. നമുക്ക് എത്ര വയസ്സ് വരെ ആവാം മാഡത്തിന്? 40 എത്രയാണെന്ന് പറഞ്ഞാലും എനിക്ക് ഈ വർഷം ആകുമ്പോഴേ 40 വയസ്സാവുള്ളൂ. ഈ ഫെബ്രുവരി ആകുമ്പോഴേ. ഓക്കെ. ഈ വരുന്ന ഫെബ്രുവരിയോ? അപ്പൊ പിന്നെ നേരത്തെ അത്രയും കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ 39 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതിട്ടാ പോരെ? ഓക്കെ. അപ്പൊ 39 വയസ്സ്. അപ്പൊ നമുക്കൊരു 45 വയസ്സിനുള്ളിലുള്ളവര് മതി അല്ലേ? മതി. അപ്പൊ നമുക്ക് നോക്കാം. 48 വയസ്സ് വരെ ഉള്ളവരും നമുക്ക് നോക്കാം. പിന്നെ ബിസിനസ് ജോലി എന്തായിരിക്കണം? ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയാണോ നോക്കണേ? അതോ മതി? ഓക്കെ. ഓക്കെ മാഡം, താങ്ക് യു. ശരി.